ആൻഡ് വെൽക്കം ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്കൊന്ന് എ സി സർക്യൂട്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. അപ്പോൾ അതിലെ ഓരോ കേസുകളും ജസ്റ്റ് ഒന്ന് വേഗം പറയുന്നു, എന്നിട്ട് ഒരു കേസ് മാത്രം ഡീറ്റെയിൽ ചെയ്യുന്നു, ബാക്കിയെല്ലാം സിമിലർ ആയതുകൊണ്ട് ആ രീതിക്ക് പറയാം. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റർ ആണെങ്കിൽ പ്യുവർ റെസിസ്റ്റർ ആണെങ്കിൽ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ്. V ഈക്വൽ ടു VM sin omega t ആണ്, I ഈക്വൽ ടു IM sin omega t. V ആൻഡ് I ആർ ഇൻ ഫേസ്. അവിടെ വേറൊരു കാര്യം കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം കൂടി ഉണ്ട്, ആവറേജ് പവർ ഉണ്ട്, V ഇൻറ്റു I ആണ്. ഇനി പ്യുവർ ഇൻഡക്ടർ ആയി കഴിഞ്ഞാൽ V ഈക്വൽ ടു VM sin omega t ആണ്, IM sin omega t മൈനസ് π/2 ആണ്. കറണ്ട് ലാഗ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആണ്. ഇവിടുത്തെ ആവറേജ് പവർ എന്തായിരുന്നു? ആവറേജ് പവർ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടിയത്. പ്യുവർ കപ്പാസിറ്റൻസ് ആണെങ്കിലോ V ഈക്വൽ ടു VM sin omega t ആണ്, I ഈക്വൽ ടു IM sin omega t പ്ലസ് π/2 ആണ്. 90 ഡിഗ്രി ലീഡിംഗ് ആണ് കറണ്ട്. എഗെയിൻ ഇവിടെയും ആവറേജ് പവർ എന്തായിരുന്നു? 0. സോ പ്യുവർ റെസിസ്റ്ററിൽ മാത്രമേ ആവറേജ് പവർ ഉള്ളൂ, ഇൻ ഫേസ് ഉള്ളൂ. ബാക്കി രണ്ടിലും ലാഗ് 90 ഡിഗ്രി ലാഗ് ഒരു ലീഡ് ഉണ്ട്, അതുകൊണ്ട് ആവറേജ് പവർ 0 ആണ്. ഇനി നമുക്കൊരു പർട്ടിക്കുലർ കേസ്, അതായത് ഇൻഡക്ടറും കൂടി വന്നിട്ടുള്ള RL കേസിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. 3 ട്രയാങ്കിളുകൾ ഉണ്ട്. ആ 3 ട്രയാങ്കിൾ ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ RL കേസിൽ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഡയഗ്രാം വരുന്നത്. ഇത് VR, ഇത് VL, ഇത് നമ്മൾ V എന്ന് പറയുന്നു അല്ലേ. ഈ നേരെ ഈ ട്രയാങ്കിളിന് അതേപോലെ ഇവിടെ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ അതിന് വോൾട്ടേജ് ട്രയാങ്കിൾ എന്നാണ് പറയുക. എപ്പോഴും ബേസ് റെസിസ്റ്റൻസ് ആയിരിക്കും മനസ്സിലാക്കുക, ഹൈറ്റ് ആയിരിക്കും റിയാക്റ്റീവ് വരിക. ഇവിടെ ഇപ്പോൾ ഇത് ഇൻഡക്റ്റീവ് ആണ് വരയ്ക്കുന്നത്, കപ്പാസിറ്റൻസ് ആകുമ്പോൾ നേരെ താഴത്തേക്ക് വരയ്ക്കണം, താഴത്തേക്കാണ് വരിക. അത് VL ന് പകരം VC ആയിരിക്കും, റിസൾട്ടൻ്റ് ഇങ്ങനെ തന്നെ വരും. ഈ ഒരു ട്രയാങ്കിളിനെ വോൾട്ടേജ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. ഇതിൽ I റിമൂവ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ബൈ I ചെയ്താൽ നമുക്കത് ബേസ് R ആവും, ഹൈറ്റ് XL ആവും, Z ആവും. ഇതിനെ ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ കേസിലാണെങ്കിൽ താഴത്തേക്ക് ആയിരിക്കും, ആ രീതിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഏതിനെ? ആദ്യത്തെ ഇക്വേഷനെ, ഈ ഒരു ട്രയാങ്കിളിനെ, ഈ വോൾട്ടേജ് ട്രയാങ്കിളിനെ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കത് പവർ ട്രയാങ്കിളായി മാറ്റാൻ പറ്റുക, പവർ ട്രയാങ്കിളായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് V ഇൻറ്റു I വരും, V ഇൻറ്റു I. ഇതെന്ത് വരും? I ഇൻറ്റു VR, I ഇൻറ്റു VL. അപ്പോൾ ഇതൊക്കെ ഓരോ പവറുകളാണ്. ഇത് അപ്പാരൻറ്റ് പവർ, റിയൽ പവർ, റിയാക്റ്റീവ് പവർ. അപ്പോൾ ആ ട്രയാങ്കിളിനെ പവർ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഇപ്പോൾ ഇതിലെല്ലാറ്റിലും നമുക്ക് ഫൈ എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കോസ് ഫൈ, നമ്മുടെ പവർ ഫാക്ടറിന് ഇതിൽ എല്ലാറ്റിനും എക്സ്പ്രഷൻ എഴുതാം. പവർ ഫാക്ടർ ഈക്വൽ ടു കോസ് ഫൈ ഈക്വൽ ടു, ഈ ഒരു കേസിൽ നിന്ന് വരുമ്പോൾ ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, VR ബൈ എന്ത് വരും? V വരും. ഇനി രണ്ടാമത്തെ കേസിൽ നിന്നാണെങ്കിൽ നമുക്കറിയുന്ന R ബൈ Z വരും. മൂന്നാമത്തെ കേസിലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് വരും? P/S വരും, അപ്പാരൻറ്റ് പവർ. അപ്പം ഇങ്ങനെ പവർ ഫാക്ടറിന് പല എക്സ്പ്രഷൻസും ഉണ്ട്, അതും നമുക്ക് ഈ ഓരോ ട്രയാങ്കിളിൽ നിന്ന് കണ്ടെത്താവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, പിന്നെ ഉള്ളത് പവറുകളാണ്. അപ്പോൾ ആ പവറുകളോട് എഴുതി വെച്ചിരിക്കുന്നു. P ഈക്വൽ ടു VI cos phi, Q ഈക്വൽ ടു VI sin phi, S ഈക്വൽ ടു VI. അത് വേറെയും കണ്ടെത്താൻ വഴികളുണ്ട്, നമുക്ക് അങ്ങനെയും കണ്ടെത്താവുന്നതാണ്, നിർബന്ധമൊന്നുമില്ല. റിയൽ പവർ അല്ലെങ്കിൽ പവർ ഡിസിപ്പേറ്റർ ഈക്വൽ ടു I² ഇൻറ്റു R ആണ്. I² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആണ്. പോളാർ ഫോമിലിട്ട് കറണ്ട് മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് മാത്രം, ഇമ്പിഡൻസിലെ റെസിസ്റ്റൻസ് മാത്രം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. റിയാക്റ്റീവ് പവർ കറണ്ട് മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ഇൻറ്റു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് മാത്രം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പാരൻറ്റ് പവർ കാണാൻ I² Z ആണ്, കറണ്ട് സ്ക്വയർ ഇൻറ്റു ഇമ്പിഡൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള V ഈക്വൽ ടു ഇതൊക്കെ നമ്മൾ ഈ ട്രയാങ്കിളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് വേറെ വലിയ കാര്യങ്ങളൊന്നും. പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ RL വരെ എത്തിയിട്ടുള്ളൂ, RL സിയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് അറിയേണ്ട കാര്യം I ഈസ് ഈക്വൽ ടു എന്താണ്? I ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ Z ആണ്, ഓർ V ഈസ് ഈക്വൽ ടു I ഇൻറ്റു Z. ഇതാണ് ബേസിക് റിലേഷൻ. ഇതിൽ Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പിഡൻസ് ആണ്. ഇമ്പിഡൻസ് ഈക്വൽ ടു R പ്ലസ് J ഇൻറ്റു XL മൈനസ് XC ആണ്. അതിൽ XL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം? L ഒമേഗ ആണ്, അതായത് 2πF ഇൻറ്റു L ആണ്. XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/C ഒമേഗ ആണ്, ഈക്വൽ ടു 1/2πF C ആണ്. ഇനി ഫ്രീക്വൻസി 50 ആണെങ്കിൽ 50 ഹെർട്സ് ആണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം? 314 റേഡിയൻ പെർ സെക്കൻഡ് ആണെന്ന് അറിയാം. ഇതെല്ലാം എന്തിലാണ്? റേഡിയനിലിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആംഗിൾ എന്തായാലും ഒരു 1ൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ, ഭയങ്കര വലിയ വാല്യൂ ഒന്നും കിട്ടില്ല. ഇടയ്ക്ക് വെച്ച് ഡിഗ്രിയിലോട്ട്, ഇനിയിപ്പോൾ ഡിഗ്രി ചെയ്യേണ്ടവരാണെങ്കിൽ ഡിഗ്രിയിലും ചെയ്യുക, അതിൽ നിൽക്കേണ്ട. നമ്മൾ പഠിച്ചത് റേഡിയനിലായതുകൊണ്ട് എല്ലാം റേഡിയനിൽ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? നടക്കും എന്നുള്ളതാണ്. ഇതാണ് ഇതിലത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് വരുന്നത്. ഓക്കെ, ഈ കുറച്ച് സെറ്റ് ഓഫ് ഇക്വേഷൻസ് മാത്രം വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും.